തിരുവനന്തപുരം പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ MP എത്തിയില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിലെ വോട്ട് ചെയ്ത സമ്മതിദായകരോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 15 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരത്തോട് കാണിച്ചുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തോട് കാണിച്ച ശശി തരൂരിന്റെ ഓരോ പ്രവൃത്തികളും എണ്ണി പറയാൻ ഒരൊറ്റ വികസന പ്രവർത്തനം പോലും നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കിയ മണ്ഡലമാണ് തൃശ്ശൂരും തിരുവനന്തപുരം. തൃശ്ശൂർ BJP പിടിച്ചെടുത്തു, തിരുവനന്തപുരത്ത് ശശി തരൂർ ഒരുപാട് വേർത്തിട്ടാണ് വിജയം പിടിച്ചെടുത്തത്. ഇത്രയും ലോക്സഭയിൽ ഇത്രയും MP സത്യപ്രതിജ്ഞ ചെയ്തു. ശശി തരൂർ വ്യക്തിയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ആ ലോക്സഭയിൽ പോയിട്ടില്ല. തിരുവനന്തപുരം ജനങ്ങളെ പറ്റിച്ചിരിക്കില്ലേ? ശശി തരൂരിനെ കണ്ടവരുണ്ടോ? കഴിഞ്ഞ നാല് പ്രാവശ്യം, അതായത് കഴിഞ്ഞ ശശി തരൂർ ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യമാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 3 വർഷവും 3 പ്രാവശ്യം ജയിച്ചു വന്നതനുസരിച്ച് തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഒരു മേഖലയിലും വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞ വാക്കുകൾ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ആദ്യമായിട്ട് പാർലമെന്റിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 100 ദിവസത്തെ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുന്നു. എത്ര 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ 4ാമത്തെ പ്രാവശ്യം അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഹൈക്കോടതി ബെഞ്ച് പോയിട്ട് ഒരു ഡെസ്ക് പോലും അവിടെ കൊണ്ടുവരാൻ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ സാധിച്ചിട്ടില്ല. പിന്നെ മറ്റൊന്നും അവകാശപ്പെടുന്നത് ഇപ്പം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലായിരുന്നാലും റോഡിന്റെ കാര്യത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 2009 മുതൽ 2014 വരെ ശശി തരൂർ MP ആയിരിക്കുന്ന സമയത്ത് ഈ വിഴിഞ്ഞമായിരുന്നാലും അതുപോലെ തന്നെ ബൈപ്പാസ് റോഡ് ആയിരുന്നാലും ശരി തന്നെ ഇതിന്റെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. 2014 നരേന്ദ്രമോദി സർക്കാരിന്റെ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം മാത്രമാണ് ഇത്തരം പ്രവൃത്തികൾ, ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കണേ, ഇപ്പോൾ എല്ലാ MP സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നമ്മുടെ MP സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ആര്? നമ്മുടെ ശശി തരൂർ. പക്ഷേ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഞാൻ നമ്മുടെ ഒരു ആര് തന്നെ ആയിരുന്നാലും നമ്മുടെ ഒരു MP സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കത് കാണുക എന്നുള്ളത് പാർലമെന്റിലെ ഒരു സമ്മതിദായകൻ എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്കെല്ലാം അത് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ തിരുവനന്തപുരം പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ MP എത്തിയില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിലെ വോട്ട് ചെയ്ത സമ്മതിദായകരോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം നിരുത്തരപരമായ പെരുമാറ്റം നടത്തുന്ന എല്ലാ MP സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിലെ MP ആ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും കൊടിയ വഞ്ചനയാണ്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരത്തോട് കാണിച്ചുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തോട് കാണിച്ച ശശി തരൂരിന്റെ ഓരോ പ്രവൃത്തികളും എണ്ണി പറയാൻ ഒരൊറ്റ വികസന പ്രവർത്തനം പോലും നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ പാർലമെന്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും സമയം കണ്ടെത്താത്ത ഒരു MP ഈ തിരുവനന്തപുരം നഗരത്തിന് ശാപമാണ്. തീർച്ചയായിട്ടും അതിന്റെ പരിമിത ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശശി തരൂർ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ MP, അന്നത്തെ സ്ഥാനാർത്ഥി വളരെ പ്രയാസപ്പെട്ടാണ് വെറും 35 ദിവസം മാത്രം പ്രവർത്തിച്ച നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ വികൃത കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം പാർലമെന്റിലെ ജനം ശശി തരൂരിനെ മടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. തീർച്ചയായിട്ടും ഇത് ജനങ്ങളോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്.